ഹായ് ഹലോ, ഞങ്ങൾ ഇന്ന് യു എയിലുള്ള ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് അവിടെ ഇങ്ങനെ ഒരു മെഷീൻ കണ്ടത്. യു എയിലത്തെ ചൂടിന് ഇപ്പൊ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നിയായിരുന്നു കേട്ടോ. ഞങ്ങൾ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതൊരു ഫ്രഷ് ഓറഞ്ച് ജ്യൂസിന്റെ മെഷീൻ ആയിരുന്നേ. അപ്പോൾ ഇതിൽ കാർഡും ക്യാഷും എല്ലാം ആക്സെപ്റ്റബിൾ ആണ് കേട്ടോ. ഈ കാലാവസ്ഥകളൊക്കെ ചേഞ്ച് ചെയ്ത് വരുമ്പോഴത്തേക്കേ നമുക്ക് ഓരോ അസുഖങ്ങൾ വരുമല്ലോ. അപ്പൊ രണ്ടാമത്തെ തവണ പോയപ്പോഴാണ്ടോ ഞങ്ങൾ ഇത് കണ്ടത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമുക്കൊരു ഫ്രഷ് ജ്യൂസ് ഉണ്ടാവില്ലേ, ഷുഗർ ഒന്നും ആഡ് ചെയ്യാത്ത ഫ്രഷ് ജ്യൂസ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കേട്ടോ വന്നത്. ഇതിന്റെ സ്റ്റെപ്സ് ഒക്കെ ഇതിനകത്ത് തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതുപോലെ തന്നെ ചെയ്താൽ മതി. ആദ്യമൊക്കെ ഇത് 10 ദിറംസിനായിരുന്നേ, പക്ഷെ ഇപ്പൊ അത് 5 ദിറംസിനൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ ജ്യൂസ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുവാണേ. ഇതിന്റെ കൂടെ ഒരു സ്ട്രോയും കൂടി അവർ തന്നെ കേട്ടോ. അത് ഈ സൈഡിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുവേ. ശരിക്കും പറഞ്ഞാലേ ഞാൻ ഈ ഇടയ്ക്കാണ് കേട്ടോ ഒരു ഇൻസ്റ്റാ റീൽ കണ്ടത്. അത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ശരിക്കും പറഞ്ഞ ഒരു മലയാളീസിന്റെ ഐഡിയ ആയിരുന്നു കേട്ടോ. ഇതേ ഹോസ്പിറ്റലുകളിൽ മാത്രമല്ല കേട്ടോ, ഓഫീസുകളിലും മോളുകളിലും പിന്നെ നമ്മുടെ ബസ് സ്റ്റേഷനുകളിലും എല്ലായിടത്തും മെട്രോയിലും എല്ലായിടത്തും ഇപ്പൊ ഇതുണ്ടേ. അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചിലപ്പോഴേ ഇന്റർനാഷണൽ ട്രിപ്പുകളൊക്കെ ചെയ്തിട്ടുള്ളവർക്കൊക്കെ ഇത് സുപരിചിതമായിരിക്കും കേട്ടോ. പക്ഷെ എനിക്കിത് ഫസ്റ്റ് ടൈം ആയിരുന്നേ. ശരിക്കും പറഞ്ഞാലേ റിയലി അമേസിങ്, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഹൈജീൻ ആൻഡ് ക്വിക്കായിട്ട് നമുക്ക് മെഷീൻസ് തന്നെ ജ്യൂസ് തന്നതുകൊണ്ടേ നമ്മുടെ ഹ്യൂമൻ കണക്ട് അതിനകത്ത് വരാത്തതുകൊണ്ടും അത് നല്ല ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരില്ലേ, അവർക്കൊക്കെ ബെറ്റർ ഓപ്ഷൻ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങളിത് എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കിയപ്പോഴാണ്ടോ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു സ്നാക്സ് ബോക്സും അതുപോലെ തന്നെ ഒരു ടീ ബോക്സും ഇതുപോലെ ഞാൻ കണ്ടത് കേട്ടോ. അപ്പൊ ഇതിന്റെ വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം. പിന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. ഓക്കെ, ബൈ.